പുഞ്ചിരി, മന്ദസ്മിതം, ചിരി, പൊട്ടിച്ചിരി, അട്ടഹാസം, അത് നമുക്ക് വേണ്ട. അടക്കി പിടിച്ച ചിരി, പരിഹാസച്ചിരി, ആക്കിയ ചിരി, എളിബ്യച്ചിരി. ചിരി പലതരം. ചിരി ഉള്ളിന്ന് വന്നില്ലെങ്കിൽ അത് ഇളിയായി മാറും. അവിടെ ചർച്ച ചെയ്യുക ഉള്ളിയാണോ സബോളയാണെന്ന്. ഉള്ളി സബോള എന്നല്ല, മനസ്സ് തുറന്നങ്ങ് ചിരിക്കുക. ചിരിക്കാൻ കിട്ടുന്ന ഒരു അവസരവും പാഴാക്കാതിരിക്കുക. ഞാൻ സോഫി പോളി ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വരുന്നു. ഉഷ്ണം ഉഷ്ണേന ശാന്തി, ശബ്ദം ശബ്ദേന ശാന്തി, പ്രശ്നം പ്രശ്നേന പ്രശ്നം. ഞാൻ എന്ത് ചെയ്താലും എല്ലാം പ്രശ്നത്തിൽ, എന്ത് പറഞ്ഞാലും പ്രവർത്തിച്ചാലും ഒക്കെ പ്രശ്നങ്ങളായിട്ട് തീരാ. ഞാൻ വന്ന വഴി എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു, നിനക്ക് സുഖമാണോ ഓടിയെന്ന് ചോദിച്ചപ്പോൾ അവൾ പറയും, എന്തു സുഖം. ഇനിയിപ്പോൾ എൻ്റെ സുഖകരം അസുഖങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം നിനക്ക് 4 ആളോട് പറയാൻ. ഇനിയിപ്പോൾ ഞാനത് ഇംഗ്ലീഷിലാണ് ചോദിച്ചെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഹലോ, ഹൗ ആർ യു? ഐ എം ഫൈൻ, ഓക്കെ, താങ്ക് യു. അവൾക്ക് സന്തോഷം, എനിക്ക് സന്തോഷം. ഈ മലയാളത്തിൻ്റെ ചില വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ പല വഴിക്കാണ് അങ്ങോട്ട് പോണേ. ഞാനിന്ന് പേപ്പറിൽ കണ്ടു, താമസിച്ച് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു, 25,000 രൂപ ശമ്പളം. അടിപൊളിയാണല്ലോ. നേരത്തെ പോകേണ്ട ആവശ്യമൊന്നുമില്ല, നേരം വൈകി പോയാലും കുഴപ്പമില്ല, താമസിച്ചെന്നല്ലേ പറഞ്ഞേക്കണേ. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കാണിച്ചപ്പോൾ ഹസ്ബൻഡ് പറയാ, എടി മണ്ടി, അതവിടെ നിന്ന് ജോലി ചെയ്യാനാണ്. നിന്ന് ജോലി ചെയ്യേ, ഇടയ്ക്കൊക്കെ ഇരുന്നൂടെ? മനുഷ്യന് കാലൊക്കെ വേദനെടുക്കില്ലേ? ഓ, ഇതിൻ്റെ മണ്ടയിൽ ഒന്നുമില്ല എന്നാ തോന്നണേന്ന് അങ്ങേര്. ഞാൻ അത് സ്റ്റേ ആടി ഉദ്ദേശിക്കണേ, സ്റ്റേ. ഓ, ഈ ഒരു ചെറിയ കാര്യത്തിന് ആ നല്ല മനുഷ്യൻ്റെ പേര് മണ്ടയിലെന്നൊക്കെ ഇവിടെ വിളിച്ചു വരുത്തേണ്ട വല്ല കാര്യമുണ്ടോ? അത് കേട്ടപ്പോൾ അങ്ങേര് പറയും, ഇങ്ങനെ ഒരു ബുദ്ധൂസിനെയാണല്ലോ എൻ്റെ തലയെ കെട്ടിവെച്ചെന്ന് ഓർത്ത് അങ്ങേര് അവിടെ നിന്ന് പോയി. എന്താ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലായില്ല. അതുപോലെ ഞാൻ വനിതാ സമാജത്തിൻ്റെ ഒരു വാർഷികവുമായി ബന്ധപ്പെട്ട് എൻ്റെ സഹപ്രവർത്തകമായിട്ട് കൊമ്പ് കോർത്തു. അവളെ എന്നെ വിളിച്ച്, നീ പോടി പുല്ലേന്ന്. ഞാൻ അവളോട്, പുല്ലേ, ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് ഞാൻ തിരിച്ചങ്ങ് പറഞ്ഞു. പക്ഷെ അത് പ്രശ്നമായി. ഞാൻ ചിന്തിച്ചു, അവൾ ഉദ്ദേശിച്ച പുല്ല് ഏതായിരിക്കും? കറുകപ്പുല്ലുണ്ട്, ഇഞ്ചി പുല്ലുണ്ട്, മുത്തങ്ങ പുല്ലുണ്ട്, ചൈന ഗ്രാസ് ഉണ്ട്, ബഫല്ലോ ഗ്രാസ് ഉണ്ട്. ഏതാണ്? ഞാൻ ഓപ്ഷൻസ് പറഞ്ഞില്ലേ, ഏത് പുല്ലായിരിക്കും? പറയേ. ചൈന ഗ്രാസ്. ഇഞ്ചി പുല്ല്. എന്താ? ഇഞ്ചി ഇടിച്ച് പിഴിഞ്ഞ് തൈലാക്കുടി നിന്നെ ഞാൻ എന്നാണ് അവൾ ഉദ്ദേശിച്ചത്. ആ തൈലം കൊണ്ട് അവൾ അകം തുടയ്ക്കുന്നു. എന്താ ചെയ്യുക? ഞാൻ ഈ പ്രശ്നം എൻ്റെ ഹസ്ബൻഡിനോട് പറയാ, നീയൊക്കെ അല്ലേടി സമാജത്തിൻ്റെ ആൾക്കാർ, ഇതല്ല ഇതിലും വലുത് വരാനിരിക്കുന്നത്, ഒരു പുല്ലിൽ അവസാനിച്ചു എന്ന് വിചാരിച്ചാൽ പോരേന്ന്.